മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ ഇ ഡി കൂടി ഇടപെടുകയാണ്. ഇ ഡി ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഈ കാര്യത്തിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇ ഡി രാഷ്ട്രീയ ശത്രുക്കളെ തേടി ഇറങ്ങുക എന്നത് ഇന്ത്യയിൽ പുതിയ കാഴ്ചയല്ല. അരവിന്ദ് കെജ്രിവാളിന്റെ വിധി എന്താണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇ ഡി രാജ്യത്താകമാനം എങ്ങനെയാണ് BJPക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശം പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇ ഡി നടത്തുന്ന ഈ നീക്കത്തെ കേവലമായ രാഷ്ട്രീയ സ്റ്റണ്ടായി മാത്രം കണ്ടാൽ മതിയോ? കള്ളപ്പണത്തിന്റെ ഇടപാടുകളില്ലാത്ത ഇതിൽ എന്തിനാണ് കള്ളപ്പണത്തിന് ഇടപാടുകൾ പരിശോധിക്കാൻ രൂപീകരിച്ച ഇ ഡി വരുന്നത്? രാഷ്ട്രീയം ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇ ഡി കളങ്കിതമാണ് എന്ന ആരോപണമുള്ള ഇ ഡി ശരിയാവണ്ണമല്ല പ്രവർത്തിക്കുന്നതെന്ന് ഗുരുതരമായ ആരോപണം നേരിടുന്ന ഏജൻസിയാണ് എന്നതുകൊണ്ട് കേരളത്തിലെ ഒരു കേസ് എടുക്കാൻ വരുമ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയേണ്ടതുണ്ടോ? എന്താണ് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ കേസ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്? ഇതിനകത്തെ ഉദ്ദേശശുദ്ധി എന്താണ്? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ സ്പെഷ്യൽ എഡിഷനിൽ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് CA സമ്പത്താണ്, CPM-ൽ നിന്ന് അനിൽ അക്കര കോൺഗ്രസ് നേതാവ്, പ്രിൻറ്റു മഹാദേവ് BJP-യിൽ നിന്നും. ആദ്യം ശ്രീ അനിൽ അക്കര, നിങ്ങളിത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, പരസ്പരമുള്ള ഏർപ്പാടാണ് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഈ മാസപ്പടി വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്, അവർ കൂടി അന്വേഷിക്കാൻ തീരുമാനിക്കുന്നതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതിനകത്ത് പ്രതിപക്ഷ നേതാവ് കൃത്യമായി ഇ ഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നിക്ഷാൻ അറിയാലോ, ഈ ലൈഫ് മിഷൻ കേസ് തുടങ്ങി മാസപ്പടി കേസ് വരെയുള്ള കേസുകൾ വളരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ലൈഫ് മിഷൻ കേസിൽ ലൈഫ് മിഷനെ പ്രതിയാക്കി CBI തന്നെ നേരിട്ട് കേസെടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കേസ് ഉരിഞ്ചു പോലും മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അങ്ങനെ ഓരോ കേസുകളും എടുത്തു വരുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ വളരെ വ്യത്യസ്തമാണ് കേരളത്തിൽ സ്ഥിതി എന്ന് പറയുന്നത്. ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഒഴിച്ച മറ്റ് മുഴുവൻ കേസുകളും കേരളത്തിൽ പിണറായി വിജയൻ്റെ സർക്കാർ FIR ഇട്ടതിനെ തുടർന്ന് നടന്ന അന്വേഷണമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണെങ്കിലും ലൈഫ് മിഷൻ കേസാണെങ്കിലും മുഖ്യമന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ കേസുകൾ ഉണ്ടായത്. കരുവന്നൂർ കേസിൽ ഇരിഞ്ഞാലക്കുട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ഭാഗമായിട്ടാണ് ആ കേസ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ ഇ ഡിയുടെ കേസ് മറ്റ് കേസുകളും വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കരുവന്നൂർ കേസിൽ 2023 ആഗസ്റ്റ് 25 പുലർച്ചെയാണ് AC മൊയ്തീൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നതും അവിടുന്ന് രേഖകൾ പിടിച്ചെടുക്കുന്നതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്ത് മരവിപ്പിക്കുന്നതും അതിനുശേഷം അഡ്വക്കേറ്റ് അതോറിറ്റി അത് ശരിവെക്കുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്നേ വരെ AC മൊയ്തീൻ ആ കേസിൽ പ്രതിയായിട്ടില്ല. ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കരൻ ജയിലിൽ കിടക്കുകയാണ്. ഒന്നാം പ്രതിസ്ഥാനത്ത് വരേണ്ട മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. അതിന് ഇ ഡിയുടെ അന്വേഷണങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം. കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു, കരുവന്നൂർ കേസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇതിനകത്ത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തോമസ് ഐസക്ക് അദ്ദേഹം ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് പുതുതായി അവസാനത്തെ ഒരു എൻട്രി എന്ന രീതിയിൽ മാസപ്പടി വിവാദം വരുന്നത്. ഞാൻ നേരത്തെ പല ചർച്ചകളും എടുത്തെടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. ഈ പറയുന്ന ഈ വിഷയത്തിൽ വീണ വിജയനെ പ്രതിയാക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ എന്തെങ്കിലും ഒരു രേഖയോ കോടതിയിൽ പോലും സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിയോ മകളോ ഒന്നും തന്നെ പ്രതിയാകാതിരിക്കുന്ന വളരെ കെയർഫുള്ളായുള്ള അന്വേഷണമാണ് ഇ ഡി ആണെങ്കിലും CBI ആണെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. ഈ കേസ് നടക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയമായ നാടകമാണ്, ഇതൊരു ബാർഗെയിനിങ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുമായുള്ള നീക്കുപോക്കുകൾ ഏതൊക്കെ സീറ്റിൽ ഉണ്ടാക്കാം, എത്ര സീറ്റിലേക്ക് അത് വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള അവസാനത്തെ എപ്പിസോഡാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നാണ് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ. ശരി, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഈ കാര്യത്തിലില്ല, അന്വേഷണം എവിടേക്കും പോകാൻ പോകുന്നില്ല, പിണറായി വിജയനെയോ മകളെയോ പിടിക്കണമെന്ന ആഗ്രഹമൊന്നും ഇവർക്കില്ല എന്നാണ്. അങ്ങനെ ഒരു ധാരണയുടെ ഉദ്ദേശം എന്താണ്? അതിന് പിന്നിൽ ഇരുവർക്കുള്ള നേട്ടം എന്താണെന്ന് കൂടി എന്നുകൂടി പറയാമോ? താങ്കളുടെ ആരോപണത്തിൻ്റെ ഒരു 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 മുഴുവൻ സ്വഭാവം. അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ തുടർന്ന് മുഖ്യമന്ത്രി അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ അന്വേഷണ ഏജൻസികൾ NIA വരുന്നത്. ആ NIAയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ
കരമനയിലെ കരമന ആക്സസ് ബാങ്കിൽ നിന്നും കൊടുത്തുവിട്ട പണം ഇവരുടെ SBIയുടെ ലോക്കറിൽ കണ്ടപ്പോഴാണല്ലോ സന്തോഷ് ഈപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാവുന്നതും അദ്ദേഹം ജയിലിലേക്ക് പോകുന്നതും. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി ഒഴിച്ച് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ആ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകേണ്ട മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. നമുക്കറിയാലോ, ശിവശങ്കരൻ എന്ന് പറയുന്ന ആൾ ഇവിടെ ബഹുമാനെ സമ്പത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ ശിവശങ്കരൻ അറിയുന്ന ആളാണ്. തിരുവനന്തപുരത്ത് പഠിച്ചിരുന്ന കാലത്താണെങ്കിലും പാലക്കാട് പഠിച്ചിരുന്ന കാലത്താണെങ്കിലും പിന്നീട് സർവീസിലേക്ക് വന്നിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും പ്രൈവറ്റ് സെക്രട്ടറിയായും ഇരുന്ന ഒരു കാലഘട്ടത്തിനകത്തൊക്കെ ഇരുന്നും ഇതെല്ലാം സർവ്വസൈന്യാധിപനെ പോലെ LDF സർക്കാരിനെ നയിച്ചിരുന്ന ശിവശങ്കരൻ ജയിലിൽ പോകേണ്ട സാഹചര്യം വരുമ്പോൾ ആ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? എത്രയോ രേഖകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ ആ കേസിൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തില്ല. ലൈഫ് മിഷൻ കേസിലും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല. പ്രധാനമന്ത്രി വന്ന് പറയുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്. ചോദ്യം ചെയ്തില്ല. അങ്ങനെ ഓരോ കേസിലേക്കും കടന്നു പോകുന്ന സമയത്ത് ഒരു വിഷയത്തിലെങ്കിലും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല. അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ജയിലിൽ അടച്ചിരിക്കുകയാണ്, മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ സാഹചര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആ സംസ്ഥാനങ്ങളിലൊക്കെ ഡൽഹി പോലീസ് ആക്ടിൻ്റെ ഭാഗമായി എടുത്ത FIRകളാണ്. പക്ഷെ കേരളത്തിൽ ഈ സർക്കാർ എടുത്ത FIRകൾ, കേരളത്തിൽ ഈ സർക്കാർ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന അന്വേഷണ ഏജൻസികൾ അവർ കണ്ടെത്തിയ തെളിവിലേക്ക് കടന്നു പോകുമ്പോൾ മുഖ്യ പ്രതിസ്ഥാനത്ത് വരേണ്ട ലൈഫ് മിഷൻ കേസിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് വരേണ്ട പിണറായി വിജയനെ എല്ലാ ഡോക്യുമെന്റുകളും കൃത്യമായി ഞാൻ രേഖകൾ സഹിതം ഹാജരാക്കിയതാണ്. എന്റെ രേഖയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ കോടതിയിൽ പോയി FIR ഇടിച്ച ആളല്ല. ഇത് പറയൂ താങ്കൾ, അതായത് താങ്കൾ രേഖകൾ ഹാജരാക്കി ഗുരുതരമായ സ്വഭാവമുള്ള ആരോപണം ഉന്നയിച്ചു. പക്ഷേ CPMലേക്കും മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം പോകുന്നില്ല. അതിന്റെ BJPക്കുള്ള നേട്ടം എന്താണ്? അങ്ങനെ ഒന്ന് സെറ്റിൽ അങ്ങനെ ഒരു വഴങ്ങി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു അനുകൂല നിലപാടെടുക്കുന്നുണ്ട്? അല്ല, അത് വളരെ കൃത്യമായി BJPയുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ. സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത്? വടകരയിലും തൃശ്ശൂരും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായി സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരം BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞു, നിങ്ങൾ ധരിക്കുന്നത് പോലെ ഈ കേസിൽ CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ടാകുന്നത് UDFനാണ് എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റിലേക്ക് പോകുന്നില്ല എന്ന് പറയുണ്ടായി. ഞാൻ ഷോൺ ജോർജിനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ പറഞ്ഞു, പിന്നെ വീണ വിജയനെതിരായി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ UDFന് നേട്ടം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ എന്താണ് സ്ഥിതി? കേരളത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള രണ്ട് മുന്നണികളാണ് NDA മുന്നണിയും LDF എന്ന് പറയുന്നത്. അവർ തമ്മിൽ ആശയ സംവാദം നടക്കുകയാണ്. തൃശ്ശൂരും ആലത്തൂരും വടകരയും 3 പാർലമെന്റ് സീറ്റുകളിൽ എങ്ങനെ ഇതിൽ കൂട്ടലും കിഴിക്കലും നടത്താം എന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആറ്റിങ്ങലും ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ട് കൂടി അതിന്മേൽ സ്റ്റെപ്പ് ചെയ്യാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് രംഗത്ത് CPMന് BJPയുടെ സഹായം തിരിച്ചങ്ങോട്ടും. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ സർക്കാരിനെ ദുർബലപ്പെടുത്തിയാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി കോൺഗ്രസ് ആണ് എന്നതുകൊണ്ട് തൽക്കാലം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അല്ല, പ്രിൻറ്റു മഹാദേവ് BJP. പ്രിൻറ്റു, നോക്കൂ, ഈ സമീപകാലത്ത് ED അടക്കമുള്ള ഏജൻസികൾ എടുത്ത കേസുകൾ, അതിൻ്റെ വേഗത, അവ സംശയകരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 10 ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. എന്ന് വെച്ചാൽ ഈ എടുത്തിട്ടുള്ള കേസുകൾ പലതും അതിവേഗത്തിൽ നടപടിയിലേക്ക് പോവുകയാണ്, ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് അടക്കം. പക്ഷേ ഇവിടെ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കേസുകൾക്കകത്ത് ഒന്നും ഒരു തീർപ്പിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. രണ്ടാമത്തെ, നിങ്ങൾ വന്ന് വലിയ വർത്തമാനം പറയും, മോദി വന്ന് പറയും, നോക്കൂ ഏത് ആഫീസിലാണ് ഈ സ്വർണ്ണക്കടത്ത് മുഴുവൻ നടക്കുന്നത് നമുക്കറിയാം, പക്ഷേ നടപടിയൊന്നുമില്ല. ഇതിൽ തന്നെ ഇപ്പോൾ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്നോ വർഷം മുമ്പ് എടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് വാർത്തയാവുന്നത് തന്നെ കുറേ വൈകിട്ടാണ്. അതിന്മേൽ SFIO വരുന്നത് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ്. അതും കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞാൽ വീണ്ടും ED വരികയാണ്. EDക്ക് ഇതിനകത്തുള്ള റോൾ എന്താണെന്ന് പോലും അറിയില്ല. ഇത് കള്ളപ്പണ കേസാണോ അറിയില്ല. അപ്പോൾ ഇത് നിങ്ങൾ ആരെ പറ്റിക്കാൻ നോക്കുകയാണ് പ്രിൻറ്റു? സാർ, ഇതങ്ങനെ അനിലക്കയുടെ വ്യാഖ്യാനത്തിനനുസരിച്ച് അങ്ങനെ പറ്റിക്കാനോ, അല്ലെങ്കിൽ ഒരു നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായിട്ടുള്ള അലയൻസിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ കാണിച്ചുകൊണ്ട് നിർബന്ധിക്കാനോ എന്ന് പറയുന്നതിൽ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം 2021 അന്വേഷണം ആരംഭിക്കുന്നത്. അതിന്റെ ഓരോ ഘട്ടത്തിലെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം പൂർത്തീകരിക്കുന്ന മുറയ്ക്കാണ് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, അതിന്റെ 2ാമത്തെ ഘട്ടത്തിനകത്താണ് SFIO വരുന്നത്.
SFIയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED വരുന്നു. അത് സ്വാഭാവികമായിട്ടാണ്. കാരണം SFI എന്നത് സ്വാഭാവികമായിട്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സോറി, ഇപ്പം പ്രിന്റു, ഞാൻ പ്രിന്റുവിൻ്റെ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. പറയൂ പ്രിന്റു, കേൾക്കുന്നു. പ്രിന്റു പറയും, ഞാൻ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി SFI വരുന്നു. SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് SFIയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് EDക്ക് കൈമാറുന്നത്. ഈ കേസിനകത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇന്നും ഈ ആദരണീയനായിട്ടുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടറി വീണ വിജയനെ ന്യായീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴും ഇവർ ഇതിനകത്ത് സിമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ വീണ വിജയൻ മാസപ്പടിയാണല്ലോ മേടിച്ചത്. 1,72,00,000 രൂപ എന്തിനു മേടിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല. ഇത് 1,72,00,000 കേസ് മാത്രമല്ല, ഇത് ചെറിയൊരു വീണ വിജയൻ എന്ന് പറയുന്ന ചെറിയ സ്രാവാണ്. ആ സ്രാവിനെ ചുറ്റിപ്പറ്റിയുള്ള വലിയ തിമിംഗലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വിദേശ നാടുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരി, ഞാൻ BJPയുടെ പ്രതിനിധിയിലേക്ക് വരാം. കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. A. സമ്പത്ത്, CPIM നേതാവ് നമ്മോടൊപ്പം. A. സമ്പത്ത്, ഈ നോക്കൂ, രാജ്യത്താകമാനമുള്ള പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും ഭരണത്തെയും ED ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ച കാണുകയാണ്. ഡൽഹി നോക്കൂ, അവിടുത്തെ മുഖ്യമന്ത്രിയെ തന്നെ അകത്താക്കാൻ BJP മടി കാണിച്ചില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്തുമാത്രം ജനാധിപത്യ രൂപത്തിൽ, എന്തുമാത്രം ആരോഗ്യകരമായ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് മോദി സർക്കാരിന് അത്ര വലിയ കൺസേൺ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ കടന്ന കൈ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിഷാദേ, ഇന്നിപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച ഇത് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ വേട്ടപ്പട്ടികളെ അഴിച്ചുവിടുന്നത് പോലെ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെയും തങ്ങൾക്കെതിരായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെയും പ്രതിപക്ഷ പാർട്ടികളെയും വേട്ടയാടുന്നതിന് അഴിച്ചുവിടുന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇത് നമ്മുടെ 10,000-കണക്കിന് ഭവനങ്ങളിൽ എന്തായാലും ആബാലവൃദ്ധം ജനങ്ങൾ, കുടുംബാംഗങ്ങൾ കാണുകയാണല്ലോ. ഞാനിപ്പോൾ നമ്മുടെ ചങ്ങാതി പ്രിയപ്പെട്ട പ്രിന്റു പറഞ്ഞ ഒരിടത്ത് നിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അധികം സമയം എടുക്കുകയല്ല, നിഷാദ് ഇടപെട്ടോളൂ ആ സമയത്തിൻ്റെ വരുമ്പോൾ തന്നെ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇത് ഇപ്പോൾ ശ്രീ അനിലക്കരയും പറഞ്ഞ ഒരു കാര്യം, ആശയ സംവാദം. അദ്ദേഹം മറ്റൊരു അർത്ഥത്തിലായിരിക്കാം പറഞ്ഞത്. തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളത്, രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ആശയ സംവാദം തന്നെയാണ്. ആ ആശയ സംവാദം കേരളത്തിൽ LDFും UDFുമായിട്ടും LDFും BJPയുമായിട്ടും അത് നടന്നുകൊണ്ടേയിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന വേളയിൽ സ്വാഭാവികമായും ഞങ്ങളുടെ എല്ലാം സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് ഞങ്ങൾ 3 പേരും 3 മുന്നണികളെ പ്രതിനിധാനം ചെയ്യുമ്പോഴും ഞങ്ങൾ അതിനുവേണ്ടി തന്നെ പ്രവർത്തിക്കുകയും പ്രചരണം നടത്തുകയും ഞങ്ങൾ അഹോരാത്രം ഞങ്ങളുടെ അണികളും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ നമ്മുടെ ഈ ചർച്ച. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റിൽ ഒരു ഭേദഗതി വന്നതിനെ തുടർന്ന് അപരിമിതമായ അൺലിമിറ്റഡ് ആയിട്ടുള്ള കുറേ പവേഴ്സ്, അത് അന്ന് ലോക്സഭയിലും രാജ്യസഭയിലും തന്നെ അത് സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടായതാണ്. പല പാർലമെൻറ്റ് അംഗങ്ങളും അത് സംബന്ധിച്ച് ഭേദഗതികൾ നൽകി, അതെല്ലാം ഗവൺമെൻറ് തള്ളുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ ഇതിൻ്റെ അപകടം എന്നുള്ളത് പല MPമാരും ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഇങ്ങനെ ഈ ഇന്ത്യയിൽ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഡൽഹി പോലീസ് സ്പെഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ CBIയുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ CBIക്കുള്ളതിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ എന്നുള്ള നിലയിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുക്കുക എന്നുള്ളതും, ഇപ്പോൾ ശ്രീ അനിലക്കരയുടെ അറിവിലേക്ക് വേണ്ടി പറയാം, ശ്രീ ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത് രാത്രിയിൽ ഇതുപോലെ നമ്മൾ ഈ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിനകത്ത് മതിൽ ചാടി കടന്നിട്ടാണ് അത്തരത്തിലുള്ള അറസ്റ്റ് കടന്നത്. ആ അറസ്റ്റിനെ അദ്ദേഹം ന്യായീകരിക്കുമോ? എന്താണ് ഇവരുടെ കൺവിക്ഷൻ റേറ്റ്? ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ടല്ലോ നിഷാദ്. ഈ അടുത്തിടെയാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അത്തരത്തിലുള്ള പരാമർശമുണ്ടായത്. ഇതേ സുപ്രീം കോടതി തന്നെ മുമ്പ് CBIയെ കുറിച്ച് പറയുകയുണ്ടായി, ഇത് ഒരു കേജ്ഡ് പാരറ്റാണ് എന്നുള്ള നിലയിലേക്ക് പറയുകയുണ്ടായി. ഇത് ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ താളത്തിന് തുള്ളുന്ന നിലയിലേക്ക് BJPയുടെ തന്നെ ചില നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഈ ചർച്ചകളിൽ നിഷാദ് തന്നെ ഇരുന്നിട്ടുള്ള ചർച്ചകളിൽ കാണും, ഞാനും കൂടി പങ്കെടുത്തിട്ടുള്ളത്. BJPയുടെ ചില നേതാക്കൾ, അന്ന് പ്രിന്റു അല്ല പങ്കെടുത്തിട്ടുള്ളത്, ഞാൻ അതുകൊണ്ട് പ്രിന്റുവിനെ അല്ല ഉദ്ദേശിച്ചത്, ഞങ്ങളുടെ ED, ഞങ്ങളുടെ CBI, ഞങ്ങളുടെ ആദായ നികുതി വകുപ്പ് എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ എന്നല്ല, ഞങ്ങളുടെ എന്നാണ് അവർ പറയാറുള്ളത്. ഇവിടെ 0.42% എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്.
ഈ കഴിഞ്ഞ വർഷം അവസാനം വരെ ഇ ഡി എടുത്തിട്ടുള്ള മൊത്തം കേസുകളുടെ എണ്ണം 5906 ഇതിൽ ഏതെങ്കിലും വിധത്തിൽ ചാർജ് ഷീറ്റിൻ്റെ ഒരു ഭാഗമെങ്കിലും പീസ്മീലായിട്ടെങ്കിലും സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ജയിലിൽ അങ്ങനെ അനന്തകാലത്തോളം കിടത്തണമെന്നുള്ളത് കൊണ്ട് നിങ്ങളിങ്ങനെ ഭാഗികമായി ഖണ്ഡശായി ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇത് ഹേമന്ത് സോറൻ്റെ അനുയായിയായിട്ടുള്ള ഒരു പ്രതി അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. 1142 കേസുകളാണ് ആകെ ഭാഗികമായിട്ടെങ്കിലും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാനായി കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ നടപടികൾ, അവരുടെ വേട്ടയാടലുകൾ, അറസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇന്ത്യയിൽ ഏതാണ്ട് 142 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് അവർ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ഈ കേസുകളുടെ ഇപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ഈ കേസിൻ്റെ ആരംഭം എങ്ങനെയാണ്? ഈ കേസിൻ്റെ ആരംഭം എന്നത് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. ആദായ നികുതി വകുപ്പിൻ്റെ ഇത് സംബന്ധിച്ച് അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ലിമിറ്റഡ് കമ്പനി അവരുടേതായിട്ടുള്ള അവർ നികുതി ഇളവ് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സമയച്ചുരുക്കം കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളുടെ ചുരുക്കെഴുത്ത് അതിനകത്തുണ്ട് എന്ന് പറയുന്നത്, ആരാധനാലയങ്ങൾക്ക് നൽകിയെന്ന് പറയുന്നത്, വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന് പറയുന്നത്, അങ്ങനെ പലതും എല്ലാം കോടിക്കണക്കിന് രൂപയുടേതായിട്ടുണ്ട്. 1.74 കോടി രൂപയുടെ ഈ കാര്യം ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ടുള്ള അവർ തമ്മിലുള്ള കരാർ എന്നുള്ളത് നമ്മൾ ഈ പറയുന്നത് കോൺട്രാക്ട് മേ ബി അത് ഈ പറയുന്നത് അത് ഡോക്യുമെൻ്റഡ് ആവാം, അല്ലാതായാകാം. ഞാൻ സമയം കൂടുതൽ എടുക്കുകയല്ല. ഞാൻ തൊഴിൽ കൊണ്ട് അഭിഭാഷകനാണ് നിഷാദേ. ഞാൻ ആദായ നികുതി കൊടുക്കുന്ന ഒരു അഭിഭാഷകനാണ് വർഷങ്ങളായി. എൻ്റെ കക്ഷികൾ എന്നുള്ളതിൽ ഈ പ്രിയപ്പെട്ട ശ്രീ അനിൽ അക്കരയുടെയും പ്രിയപ്പെട്ട പ്രിൻറ്റു മഹാദേവിൻ്റെയും ഒരുപക്ഷെ നിഷാദിൻ്റെയും അടക്കം അറിയാവുന്ന ചങ്ങാതിമാരായിട്ടുള്ളവരും ബന്ധുമിത്രാദികളടക്കമുള്ളവരും സിവിൽ കേസുകളിൽ പലതിലും എൻ്റെ കക്ഷികളാണ്. എനിക്ക് ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം പല ആളുകളും അത്തരത്തിൽ എൻ്റെ ഫേമിന്, ഞാൻ കൂടി ഉൾപ്പെടുന്ന ഫേമിന് അവർ പണം നൽകിയിട്ടുണ്ടാവാം, പണം നൽകുന്നു എന്ന് തന്നെ വെച്ചോളൂ. 20,000 രൂപയ്ക്ക് അപ്പുറമല്ലാത്ത ട്രാൻസാക്ഷനുകൾ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ പണമായി തന്നെ നൽകുന്നു എന്ന് വെച്ചോളൂ. ഞാനിതിൻ്റെ കണക്ക് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇത് സംബന്ധിച്ചുള്ളത് ഇവിടെ TDS ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫേം, ഒരു കമ്പനി, അങ്ങനെ ഒരു സ്ഥാപനം ഞങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്തിയാൽ ആ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് അവിടെ ആ തുടക്കത്തിൽ അവരുടേതായ ചുമതലയാണ്, അല്ലാതെ റെസിപ്പിയൻറ്റിൻ്റെതായിട്ടുള്ള ചുമതലയുമല്ല. ഇവിടെ ഇപ്പോൾ സമ്പത്ത് എന്നൊരു അഭിഭാഷകന് അത്തരത്തിൽ കോൺഗ്രസിൻ്റെയോ BJPയുടെയോ അറിയപ്പെടുന്ന ആരുടെയെങ്കിലും ബന്ധുക്കൾ അവരുടെ കേസുകൾ നടത്തി എന്തിനാണ് നിങ്ങൾക്ക് ആ കേസ് ഏറ്റെടുത്തത് എന്ന് അല്ല, നിങ്ങൾക്ക് എന്തിനാണ് അവർ ഇത്തരത്തിൽ ഇത് ഇങ്ങനെ ഈ ട്രാൻസാക്ഷൻ അങ്ങനെ സമീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ സമ്പത്ത്? ഞാൻ കുറച്ചുകൂടി നിഷ്കളങ്കമായി ചോദിക്കട്ടെ. താങ്കൾ ഒരു കക്ഷിയുടെ കേസ് എടുക്കുന്നു, താങ്കൾക്ക് പണം തരുന്നു. പണം തരുന്നത് എന്താണ് സർവീസ് എന്ന് ചോദിച്ചാൽ സമ്പത്ത് താങ്കൾക്ക് പറയാനുണ്ട്, ഞാൻ ഇന്ന കേസിൽ അയാൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഇന്ന നിയമപരമായ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് എന്നാണ്. നോക്കൂ, ഇതിന് കുറച്ചും കൂടെ ഒരു പൊളിറ്റിക്സിന്റെ ഫ്ലേവർ കൂടിയുള്ള സംഗതിയാണ്. അപ്പൊ രാഷ്ട്രീയമായി കൂടി വിശദീകരിക്കാൻ കഴിയണം. എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഈ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള സർവീസ് എന്താണെന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന സംഗതി അവിടെ കിടക്കുകയാണ്. ഒന്ന്. രണ്ടാമത് ഒരു കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നമുക്കറിയാമല്ലോ. ഇലക്ട്രൽ ബോണ്ട് വഴി BJP 10,000 കോടി രൂപ സമാഹരിച്ചു എന്നാണ് നമ്മൾ ഇതുവരെ എണ്ണി നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. ഒരുപാട് ആളുകൾ BJPക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. BJPയുടെ ചോദ്യം ഞങ്ങൾ നിയമപരമായി വാങ്ങിയതാണ്. ഇലക്ട്രൽ ബോണ്ട് കഴിഞ്ഞ മാസം കോടതി നിരോധിക്കുന്നതുവരെ അത് നിയമപരമായിരുന്നു. പക്ഷെ നമുക്കറിയാമല്ലോ ആ നിയമം എന്തിനുണ്ടാക്കിയതാണെന്ന്. അപ്പോൾ നിയമത്തിൻ്റെ ഒരു പരിരക്ഷയ്ക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ആധുനികമായ കൊടുക്കൽ വാങ്ങലുകൾക്ക് സാധ്യമാകും എന്ന ആലോചനയുടെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു എന്ന് അവകാശപ്പെട്ട കമ്പനി, ആ കമ്പനി എന്തിനാണ് CMRL പോലെ അങ്ങേയറ്റം പരിമിതമായ സാങ്കേതിക സഹായം മാത്രം ആവശ്യമുള്ള കമ്പനിയുമായിട്ട് എന്ത് കരാറുണ്ടാക്കി? അത് വിശദീകരിക്കപ്പെടുന്നില്ല എന്നുള്ള സംഗതി ഇതിനകത്ത് ഇപ്പോഴും കല്ലുകടിയായി കിടക്കുന്നുണ്ട് കോമ്രേഡ്. അല്ല, ഇത് ഞാൻ ഈ പറഞ്ഞ ഒന്ന് മുഴുമിപ്പിച്ചോട്ടെ. എനിക്ക് എൻ്റെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നിയമാനുസരണം അങ്ങനെ ഈ ആദായ നികുതി വകുപ്പിൻ്റെ പർവ്യൂവിൽപ്പെടുത്തി തന്നെ നൽകിയിട്ടുള്ളത് ഞാൻ ഇവർക്ക് നൽകിയതായ സേവനം എൻ്റെ വക്കാലത്തുണ്ടോ എന്ന ചോദ്യം. വക്കാലത്തില്ലാതെ ചിലപ്പോൾ നിയമോപദേശം കൊടുക്കേണ്ടതായിട്ട് വരും. അത് വക്കാലത്തിൻ്റേതല്ല. അത് ചിലപ്പോൾ ജൂനിയേഴ്സ് തന്നെ ആവണമെന്നില്ല, മറ്റൊരാളായിരിക്കാം. സംബഡി മേ ബി സ്റ്റെപ്പിംഗ് ഇൻ ടു മൈ പെയർ ഓഫ് ഷൂസ്. ആ കാര്യത്തിൽ ഇതെല്ലാം ഈ പറയുന്ന പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്നുള്ള നിലയിലേക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇനി ഞാൻ വേറൊന്നും കൂടി പറയാം. ഇത് ഞങ്ങളല്ല, ഒരു ഡോക്ടറാണെന്ന് വയ്ക്കുക. രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അത്തരത്തിൽ പൊതുജന മധ്യത്തിൽ പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ അതൊരു ഭൂഷണമായ അല്ല, അത് അഭികാമ്യമായ ഒരു കാര്യമല്ല. അങ്ങനെ സമീകരിക്കില്ല. അങ്ങനെ രഹസ്യ സ്വഭാവമൊന്നും ഇല്ലല്ലോ. ഇത് CMRL ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് ടെക്നിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്തതാണ്. വേറെ എന്തെല്ലാം വിവരങ്ങൾ നോക്കൂ. സമ്പത്ത് നമ്മളിവിടെ എന്താ പറയുന്നത്, വഴിയിലാകമാനം ക്യാമറ വെക്കുന്ന ഏർപ്പാട് കൊണ്ടുവന്നല്ലോ. എന്താണ് ഈ AI ക്യാമറ? അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ വരുന്നു.
അതുമായി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ പലരും വന്ന് വാർത്താ സമ്മേളനം പോലും നടത്തി. ഞങ്ങൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഞങ്ങൾ സർക്കാരുമായിട്ടുള്ള കരാർ എന്താണ്, എല്ലാവരും വ്യക്തത വരുത്തിയല്ലോ. എക്സാലോജിക്ക് മാത്രം മിണ്ടുന്നില്ല. സ്വന്തം കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന വിവാദം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇന്ന കമ്പനി ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഈ കമ്പനിക്ക് ഇന്നത് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെ ദുരാരോപണം പാടില്ല എന്ന മറ്റുള്ളൊരു വിശദീകരണം നോക്കൂ. ആ കമ്പനി മൂലം പ്രയാസപ്പെടുന്നത് ഈ രാജ്യത്തെ ഒരു സർക്കാരാണ്. ആ സർക്കാരിന്റെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള CPIM അതിന്റെ PB മെമ്പറായിട്ടുള്ള മുഖ്യമന്ത്രിയുമാണ്. അങ്ങനെ വലിയ നിഴലിൽ നിൽക്കുമ്പോൾ പോലും ആ കമ്പനിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള സർവീസ് എന്താണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് കുഴപ്പമാണ്. നിഷാദ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഉത്തരവും. ഇന്ന് സഖാവ് MV ഗോവിന്ദൻ മാഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുവല്ലോ, ഇവിടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം BJPക്കും കോൺഗ്രസിനും വേണ്ടത് സഖാവ് പിണറായി വിജയനെയാണ്. സഖാവ് പിണറായി വിജയൻ്റെ ചോരയ്ക്ക് വേണ്ടിയുള്ള ഈ ആക്രാന്തം എന്നുള്ളത് CPIMനെ വകവരുത്തുക എന്നുള്ളതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതെന്തുകൊണ്ടാണ്? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്നത് ഇവർക്ക് കണ്ണിലെ കരടാണ്, അതൊരു കല്ലുകടിയാണ്. അതെന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഈ കേരളത്തിൽ അവരുടെ വർഗീയ അജണ്ട നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ അജണ്ട നടപ്പാക്കുന്നതിന് അതിന് ഉത്സാഹികളും സഹായികളുമായി കോൺഗ്രസ് നിൽക്കുകയാണെന്നുള്ളതിന് ഏറ്റവും സമ്പത്ത് അതിനകത്ത് കോൺഗ്രസിന്റെ പ്രശ്നം അതല്ല. കോൺഗ്രസ് പറഞ്ഞ ഇത്രയൊക്കെ ഗ്രൗണ്ട് ഉണ്ടായിട്ടും നിങ്ങളെ തൊടേണ്ടതില്ല എന്ന് BJP തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. വേണ്ടത്ര ഗ്രൗണ്ട് ഇല്ലാതെയും ആളുകളെ നോർത്തിലൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന BJP ഇത്രയും ഗ്രൗണ്ട് ഉണ്ടായിട്ടും നിങ്ങളെ തൊടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ചില ധാരണകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളല്ല ശത്രുക്കൾ, നിങ്ങളെക്കാൾ വലിയ ശത്രു BJPക്ക് കോൺഗ്രസ് ആണ്. കാരണം CPM നിലനിന്നാലും വേണ്ടില്ല, കോൺഗ്രസ് അതിന്റെ ബെനിഫിഷ്യറി ആവാൻ പാടില്ല എന്ന് അവർ വിചാരിക്കുന്നു എന്നതാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്ന് നിങ്ങൾ വേട്ടയാടപ്പെടുന്നില്ല, വേട്ടയാടും എന്ന കഥ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. BJPക്കാരുടെ കൊലക്കത്തിക്ക് ഇരയായിട്ടുള്ള സഖാക്കളുടെ പാർട്ടി എന്നത് ഞങ്ങളാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച നിരവധി വിദ്യാർത്ഥികൾ കൊലക്കത്തിക്കിരയായത് ക്യാമ്പസിനകത്തും പുറത്തും വെച്ച് പഴയ RSSന്റെ അന്നത്തെ ABVPയുടെ ഇന്നത്തെ BJP അല്ല, ഇന്നത്തെ ഈ പറയുന്ന ഭാരതീയ വിദ്യാർത്ഥി ജനതാ മോർച്ച എന്ന് ഇന്നില്ല, പണ്ടുണ്ടായിരുന്നത്. അവരല്ല അത് ചെയ്തത് ഈ പറയുന്ന കൊലക്കത്തിയുമായി നടന്ന ആളുകളാണ്. അല്ലാതെ കോൺഗ്രസിനൊന്നും നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല, കോൺഗ്രസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, അല്പവും വിയർക്കേണ്ടതായി വന്നിട്ടില്ല. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതുകൊണ്ട് എന്നാൽ കാട്ടിത്തരാം, എന്നാൽ വകവരുത്തി തരാം എന്നുള്ള നിലയിലേക്കാണ് എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റ മിനിറ്റ് കൂടി എടുക്കുന്നുള്ളൂ നിഷാദെ, ഒറ്റ മിനിറ്റ് കൂടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ പുകില്? പരിശുദ്ധ ഖുറാനിനകത്ത് സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിൻ്റെ കുരുവിൽ സ്വർണം, ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നുള്ള നിലയിലേക്ക് അനിലക്കര ഇവിടെ പറയുകയുണ്ടായി. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അങ്ങനെ ഒരു IAS ഉദ്യോഗസ്ഥനോ അല്ല ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത്, ഈ CPIMനെ നിയന്ത്രിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിയന്ത്രിക്കുന്നത്. UDFനെ അങ്ങനെ അല്ലെങ്കിൽ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ അറിയുള്ളൂ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം ചർച്ച എന്തായിരുന്നു? ആ ചർച്ചകൾ വെച്ച് അവർ നടത്തിയ സർവേകൾ എന്തായിരുന്നു? എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് അവസാനം പറഞ്ഞ എന്താണ്? ഇത്രമാത്രം അഴിമതിയുടേതായ പുകപടലത്തിലാണ് ഇവർ നിൽക്കുന്നത്, അല്ല എന്നിവർ തെളിയിക്കട്ടെ. 2, 5 കൊല്ലത്തിന് ശേഷം ഒരു ഭരണ തുടർച്ച ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതല്ലേ ഈ പറയുന്നതായിട്ടുള്ള വല്ലാത്ത ജുഗുപ്സാവഹമായിട്ടുള്ള ആരോപണങ്ങളും ഇങ്ങനെയുള്ള വാളെടുത്ത് വെളിച്ചപ്പാടിനേക്കാൾ രൂക്ഷതയോടെ തുള്ളുന്ന നിലയിലേക്കെല്ലാം നമ്മൾ കണ്ടതായിട്ടുള്ളത്. എന്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്? ആർക്കൈവ്സിൽ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് മുന്നോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിനേക്കാൾ വലിയ അഴിമതി ആരോപണം ഉയർത്തിയിട്ട് ജനവിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പോയിന്റിലേക്കാണ് താങ്കളൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വളരെ കർക്കശമായ സമീപനം സ്വീകരിക്കുന്നതിന് വൈരാഗ്യം അല്ല. പ്രിന്റു നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സമ്പത്ത് പറയുന്നത് അവരെ വേട്ടയാടാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നാണ്. അതേസമയം അനിലക്കര പറഞ്ഞു അങ്ങനെ ഇറങ്ങി തിരിച്ചിരുന്നില്ല, നിങ്ങൾ വെറുതെ ഷോ കാണിക്കുകയാണെന്ന്. സത്യത്തിൽ നിങ്ങളുടെ പ്ലാൻ എന്താണ്? അല്ല, അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ കൽത്തുറങ്കിൽ അടയ്ക്കാനുള്ള വേട്ട തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. അതിൽ പിണറായി വിജയനായിരുന്നാലും ശരി, അദ്ദേഹത്തിന്റെ മകളായിരുന്നാലും ശരി, കേജ്രിവാൾ ആയിരുന്നാലും ശരി, ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റമില്ല. ഇപ്പോ സാധാരണയായിട്ട് നമ്മുടെ സമ്പത്ത് സാറ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു ന്യായീകരണ ക്യാപ്സൂൾ അനുസരിച്ച് അതിനെ അദ്ദേഹം താത്വികമായിട്ട് അവലോകനം ചെയ്തിട്ട് ഈ പറയുന്ന അഴിമതിയെ വെളുപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കേസ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും വീണ വിജയൻ എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു കോമൺ സാധാരണ ജനങ്ങളുടെ ഒരു സാമാന്യ ചോദ്യമല്ലേ സാർ? ഇത്രയും 1,72,00,000 രൂപ മേടിച്ചത് ഒന്നാമത്തെ ഒരു കേസ്. നിങ്ങൾ മനസ്സിലാക്കണം, SFIയുടെ അന്വേഷണത്തിൽ 12ഓളം ഏജൻസികളിൽ നിന്നാണ് ഈ SFI വന്ന സമയത്ത് ഇവരുടെ 10 വർഷത്തെ അക്കൗണ്ട് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതിനകത്ത് 12ഓളം ഏജൻസികളിൽ നിന്ന് ഈ പറയുന്ന എക്സാലോജിക്ക് പണം കൈപ്പറ്റിയിട്ടുണ്ട്.
അതിൽ വിദേശ കമ്പനികളടക്കമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തരമായിട്ട് ED ഇടപെട്ടുകൊണ്ട് ഇതിന് അന്വേഷണം നടത്തണമെന്ന് SFIO പറഞ്ഞത്. അത് മനസ്സിലാക്കണം. 1,72,00,000 കേസ് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 44,000 കോടി രൂപയുടെ അഴിമതിയാണ് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പൊതുഖജനാവിന് ഉണ്ടാക്കിയിട്ട് നഷ്ടം. ഒന്ന് മനസ്സിലാക്കണം, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയും തമ്മിലുള്ള ഇടപാടല്ല. പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ വിജയൻ എങ്ങനെയാണ് ഈ കമ്പനിയുമായിട്ട് ഡീൽ ഉണ്ടാവുക? KSIDC പോലെയുള്ള ഷെയർ ഉള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനം എന്തുകൊണ്ട് ഇതിനിടെ അതും വരുന്നുണ്ട്. അപ്പൊ നോക്കൂ, നമ്മൾ SFIയുടെ അന്വേഷണം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു SFI എന്തിനാണെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ ആദ്യത്തെ SFI അന്വേഷണം നടക്കുന്നത് വീണ വിജയനെതിരെയാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ED വരുന്നു. ED വരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ SFIO അന്വേഷണം ഏറ്റെടുക്കാൻ തന്നെ കുറെ അധികം വൈകിട്ടുണ്ട് പ്രിന്റു. അത് ഇതാ 8 മാസം SFIOക്ക് നിങ്ങൾ സമയം കൊടുത്തിരിക്കുന്നു പ്രിന്റു. കഴിഞ്ഞ തവണ നിങ്ങൾ വലിയ കാഹളം മുഴക്കിയവരാണ്. ഈ രാജ്യത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള സകല ഏജൻസിയെയും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയവരാണ്. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ പ്രസംഗിച്ച് നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മുഴുവൻ അഴിമതി നടന്നത്. പ്രധാനമന്ത്രി വരെ പ്രസംഗിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അതല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങളെ ഏത് ഏജൻസിക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞു? എന്താ ലക്ഷ്യം കാണുന്നത് സാർ? നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരൻ എന്തിനാണ് സാർ കേരളത്തിൽ ജയിലിൽ കിടക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 36ഓളം വൻകിട സ്രാവുകൾ ഇന്ന് ജയിലിലാണ്. അവരുമായി ബന്ധപ്പെട്ട് 48 കോടി രൂപയുടെ സ്വത്തുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ബാസുരാങ്കൻ അടക്കമുള്ള, ഈ നേരത്തെ AC മൊയ്തീന്റെ അടക്കമുള്ള സ്വത്തുകൾ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ED കേരളത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഓരോരുത്തർ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നേരത്തെ അനിലക്കര പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തെ നിങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചല്ല. ഉദ്യോഗസ്ഥന്മാർ വേറെ പിടിയിലാവുന്നു. കൈക്കൂലി കേസിലൊക്കെ ഇവിടുത്തെ നമ്മുടെ വിജിലൻസ് പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നിങ്ങളൊന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്ലാനിങ്ങിൽ നടന്നിട്ടുള്ള അഴിമതി എന്നായിരുന്നു നിങ്ങളുടെ വലിയ കൊട്ടിഘോഷം. ഇപ്പോഴും മോദി പ്രസംഗിക്കുന്നത് എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് അതിനെ ചേർത്ത് കെട്ടുകയാണ്. എന്നിട്ട് ഏത് രാഷ്ട്രീയക്കാരനെ കിട്ടി? ഏത് പിണറായി വിജയനെ കിട്ടി? ഏത് CPMന്റെ ഉന്നത പ്രധാനിയെ കിട്ടി എന്നായി പറയുന്നേ? സാർ, ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ സിസ്റ്റം അനുസരിച്ചുകൊണ്ട് ഈ നമുക്കറിയാം, ഇടനിലക്കാരായിട്ടുള്ള ദല്ലാളന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും കുരുതി കൊടുത്തു രക്ഷപ്പെടുന്ന അറസ്റ്റ് ചെയ്തതോടുകൂടി, ഹേമന്ത് അറസ്റ്റ് ചെയ്തതോടുകൂടി ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ സിസ്റ്റത്തിലെ അഴിമതിക്കാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ പോലും വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് വീണ്ടും അനിൽ അക്കര നോക്കൂ. ഇതിപ്പോ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കേസിലേക്ക് ED കൂടി വരുന്നത്. EDക്ക് ഇത്തരം ഒരു കേസിനകത്തെ ഒരു സ്പേസ് എന്താണെന്ന കാര്യം ഇനിയും വിശദീകരിക്കപ്പെടേണ്ട ഒരു കാര്യവുമാണ്. അപ്പൊ ഇത് നോക്കൂ, കെജ്രിവാളിന് ശേഷം കേരളത്തിലെ സർക്കാരിനെയും വേട്ടയാടുകയാണ് ED. കാരണം കെജ്രിവാളിൻ്റെ നേരെ നടന്നിട്ടുള്ള നടപടി കേരളത്തിലെ അടക്കമുള്ള ബഹുഭൂരിപക്ഷം വോട്ടർമാരും ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് കാണുന്നവരാണ്. സോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് കേരളത്തിലേക്ക് ഉണ്ടാവുന്നത് എന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തിങ്കിങ് ഉണ്ടാക്കും എന്ന ഭയം നിങ്ങൾക്കുണ്ടോ? അല്ല, ഇതിനകത്ത് ഭയം അതൊക്കെ മറ്റ് വിഷയങ്ങളാണ്, വൈകാരികമായ വിഷയങ്ങൾ, മറ്റ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചില പ്രത്യേകതകൾ, അതിൻ്റെ ചില നടപടിക്രമങ്ങൾ, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇവിടെ ബഹുമാനായ സമ്പത്തും ശ്രീ പ്രിൻറ്റും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നിയത്. മുൻ MP സമ്പത്ത് വളരെ ബുദ്ധിപൂർവം ഒരു വിഷയത്തിലും പിടികൊടുക്കാത്ത രീതിയിൽ, ഈ മാസപ്പടി വിവാദത്തിലേക്ക് തന്നെ കടക്കാത്ത രീതിയിൽ മറ്റ് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ പരിചയസമ്പന്നനായ ഒരാളായതുകൊണ്ടും നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഈ സാമ്പത്തിക കേസുകളിലെ അഭിഭാഷകനായതുകൊണ്ടും അദ്ദേഹത്തിന് അതിൻ്റെ പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്കിപ്പ് ചെയ്ത് മാറുകയാണ്. ഇവിടെ പ്രിൻറ്റു പറഞ്ഞ രസകരമായ കാര്യങ്ങളാണ്. രാജ്യത്ത് EDയുടെ അന്വേഷണം വളരെ ഫലപ്രദമാണെന്നും വളരെ കൃത്യമായ അന്വേഷണം നടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അശോക് ചവാൻ എങ്ങനെയാണ് പോയത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്കറിയാവുന്ന കാര്യമാണ്. നാളെ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ രാജിവെച്ച് പോവുകയാണ്, വേറെ മാർഗ്ഗങ്ങളില്ല എന്നത് പറഞ്ഞ് അദ്ദേഹം പോയതാണ്. മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി അജിത് പവാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആദ്യം അജിത് പവാർ പോയി, പിന്നെ തിരിച്ചു വന്നു, പിന്നീട് പോകേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്. ആസാമിലെ മുഖ്യമന്ത്രിയുടെ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. ഇത് വളരെ ക്ലിയറാണ്. ഇത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പോലെയാണ് ED പ്രവർത്തിക്കുന്നത്. BJPയിൽ ചേർന്നാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് നമുക്ക് കൃത്യമാണ്. ഇത് നമ്മളത് കേരളം ഒഴിച്ചുള്ള മറ്റ് സ്റ്റേറ്റുകളിലെ വിഷയങ്ങളിൽ നമ്മളങ്ങനെ അത് പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇതിനകത്തില്ല. BJPയിൽ ചേരുക, അഴിമതിയിൽ നിന്ന് മുക്തനാവുക, കേസിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമാണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്നുള്ളത്. അല്ല കേരളത്തിന് പുറത്ത്
എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അതൊരു ചർച്ചയുടെയോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകേണ്ട കാര്യമില്ല. കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJP-യിൽ ചേരുക, കേസുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതൊരു പൊതു തിയറിയായി മാറിയിരിക്കുകയാണ്. അത് ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യം തന്നെയില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ED-യെ ഞങ്ങളുടെ ഏജൻസി ആയിട്ടൊന്നും, ഞങ്ങളെന്ന് പറഞ്ഞ് നേരത്തെ സമ്പത്ത് സാർ പറഞ്ഞ പോലെയല്ല, ഞങ്ങൾ ED-യെ അങ്ങനെ പൊക്കി പിടിക്കുന്ന ആളുകളൊന്നുമല്ല. ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഡൽഹി പോലീസ് ആക്ട് നിലനിൽക്കുന്ന ഡൽഹി പോലുള്ള കേന്ദ്രഭരണ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ FIR-കളുടെ അടിസ്ഥാനത്തിലാണ് ED കേസുകൾ എടുത്തിട്ടുള്ളത്. ഇവിടെ കേസുകൾ എടുത്തിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാർ ഇട്ട FIR-കളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ കൊടുത്ത കത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ED ഈ പറയുന്ന മാസപ്പടി വിവാദത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിഷാദ്, ഇത് 2024 2024 മാർച്ച് കഴിയാൻ നിൽക്കുകയാണല്ലോ. 2019 സാഹചര്യത്തിൽ നിന്നും എന്ത് വ്യത്യാസമാണ് 2024 വന്നപ്പോൾ ED-ക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? 2019 ED കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയല്ലേ 2024 വരുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഇതേതെങ്കിലും പുതിയ കേസാണോ? ഈ കമ്പനി തന്നെ മരവിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പനി, വർഷങ്ങളായി ഈ കമ്പനി മരവിപ്പിച്ചിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 നടന്ന വിഷയങ്ങൾ ഇതിൻ്റെ മുന്നിലുണ്ടല്ലോ വളരെ കൃത്യമായും. 2019 പിന്നെ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ തന്നെ ED ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യയോടെ പോയിരുന്നു. നമുക്കറിയാം അതിൻ്റെ പിന്നെ ഈ പറയുന്ന എക്സാലോജിക്കിന് കൊടുത്ത സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ കരിമണൽ കർത്തയുടെ ഭാര്യയുടെ പേരിലുള്ള ഒരു പിന്നെ ഫിനാൻസ് കമ്പനി ഇവർക്ക് കൊടുത്ത ലോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ 2019 തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായി എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഈ കമ്പനി വാണിജ്യകാര്യ മന്ത്രാലയം ആ കമ്പനി ആക്ട് അനുസരിച്ച് ക്രമക്കേട് നടക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരായി അതിൻ്റെ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ 2-3 ഓപ്ഷനാണ് അവരുടെ മുന്നിലുള്ളത്. നിക്ഷേപകരുടെ പണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർക്ക് ബഡ്സ് ആക്ട് അനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ ശുപാർശ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേസുകൾ നടക്കുന്ന നിരവധിയായ സ്ഥാപനങ്ങളുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് ED-ക്കോ CBI-ക്കോ ഒക്കെ ശുപാർശകൾ ചെയ്യാം. അങ്ങനെ ശുപാർശകൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ 2019 ഈ കമ്പനിക്കെതിരായുള്ള അന്വേഷണം ED തന്നെ ആരംഭിച്ചത്. 2019-നും 2024-നും ഇടയിൽ, എൻ്റെ ചോദ്യം വളരെ കറക്റ്റാണ്, ഞാൻ ചോദിക്കുകയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, പ്രിന്റുമാണ് മറുപടി പറയേണ്ടത്. 2019-നും 2024-നും ഇടയിൽ എന്ത് ഇടപാടാണ് എക്സാലോജിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത് എന്ന് വെച്ചതൊക്കെ നേരത്തെ നടന്ന ഇടപാടുകളാണ്. 2016 മുതലുള്ള കാലഘട്ടം തുടങ്ങിയ പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം തുടങ്ങിയ കാലത്തെ ഡീലുകളാണ്. ഇത് വളരെ നേരത്തെ നടന്നുപോയ കാര്യങ്ങളാണ്. കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വളരെ കൃത്യമായി മുൻപുള്ള ചർച്ചകളൊക്കെ പറഞ്ഞു. ഇത് സർക്കുലേറ്റ് ചെയ്താണ്, GST സർക്കുലേറ്റ് ചെയ്ത് ബ്ലാക്ക് മണി വൈറ്റാക്കാൻ വേണ്ടി നടത്തിയ ഒരു വലിയ ക്രൈം തന്നെയാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര GST ഡിപ്പാർട്ട്മെൻറ്റിനും സംസ്ഥാന ഡിപ്പാർട്ട്മെൻറ്റും പരാതി മാസങ്ങൾക്ക് മുമ്പേ കൊടുത്ത ഒരാളാണ് ഞാൻ. അതിനെതിരായ ഒരു നടപടി പോലും ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും എടുത്തില്ല എന്നാണ്. എങ്ങനെയാണ് GST സർക്കുലേറ്റ് ചെയ്യുന്നത്? സർക്കുലേറ്റ് ചെയ്തെന്ന GST എന്ന് പറയുന്നത് ഇല്ലാത്തൊരു ഇടപാട് GST-യുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നാണ്. എന്ത് സേവനമാണ് നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ലല്ലോ. എന്ന് വെച്ചാൽ ഇത് 2019 നടന്ന ഒരു ഇടപാട്, ED അന്നേ കണ്ടെത്തിയ കാര്യങ്ങൾ, അതിനുശേഷം ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ SFIO-യുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 8 മാസം കൊടുക്കേണ്ട യാതൊരു കാര്യം ഇതിനകത്തില്ല. ഇത് വളരെ ക്ലിയറാണ്. ഞാൻ ഇവിടെ BJP-യുടെ പ്രിന്റുവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2016 മുതൽ നടന്ന ഇടപാടിനകത്ത് 19 ED കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്ന് SFIO അന്വേഷണ വിഷയത്തിൽ ഇന്ന് ED പോകുന്ന സമയത്ത് ഞാൻ വെല്ലുവിളി ചോദിക്കാൻ, പിണറായി വിജയനെതിരായ ഒരു FIR ഇടാൻ ഇപ്പോൾ ECIR ഇട്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് പിണറായി വിജയനെ പ്രതിയാക്കി, വീണ വിജയനെ പ്രതിയാക്കി നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായി ഒരു FIR പോലും ഇടാൻ കേരളത്തിലെയും കേന്ദ്രത്തിലെയും അന്വേഷണ ഏജൻസികൾക്ക് കഴിയില്ല. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ഇത് പേടിപ്പിക്കലാണ്, ഇത് ബാർഗൈനിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കലാണ്. ഇത് തൃശ്ശൂരും നേരത്തെ പറഞ്ഞ വടകരയും ഇപ്പോൾ പുതിയ സംവിധാനം ആലത്തൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും ഈ 5 സീറ്റുകളിൽ ഏതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറാൻ കഴിയും. അതിനെ ഏറ്റവും മർമ്മസ്ഥാനത്ത് പിടിക്കാമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. മർമ്മസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ AC മൊയ്തീൻ്റെ കേസ് പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞല്ലോ, പ്രിന്റ് പറഞ്ഞല്ലോ, AC മൊയ്തീൻ്റെ സ്വത്ത് മരവിപ്പിച്ചു, എഡ്യൂക്കേറ്റഡ് അതോറിറ്റി അത് കണ്ടുകെട്ടി. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ AC മൊയ്തീൻ ഏത് കേസിലാണ് പ്രതി? പ്രിന്റു പറയൂ. കരുവന്നൂർ കേസിൽ ഈ പറയുന്ന 43 ലക്ഷം രൂപ, ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എന്നേക്കാൾ കൂടുതൽ ഫോളോ ചെയ്ത കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകില്ല. കരുവന്നൂർ കേസിനകത്തെ
AC മൊയ്തീന്റെ സമ്പാദ്യം മച്ചാട് പരസ്പര സഹായ സംഘത്തിൽ നിക്ഷേപിച്ച 23 ലക്ഷം ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് ഈ പറയുന്ന ED കണ്ടുകെട്ടിയത്. ആ ED കണ്ടുകെട്ടിയത് എഡ്യൂക്കേഷൻ അതോറിറ്റി ശരിവെച്ചു. നിങ്ങൾക്ക് AC മൊയ്തീനെ പ്രതിയാക്കാൻ കഴിഞ്ഞു? ആ കേസിൽ AC മൊയ്തീൻ ആ കേസിൽ പ്രതിയല്ല. ഇനിയിപ്പോൾ ചില നാടകങ്ങൾ നടക്കുന്നുണ്ട്, ചില വൈകാരികമായ വിഷയങ്ങൾ, റംസാനും പുണ്യമാസവും ഒക്കെ ചേർന്നുകൊണ്ട് എന്തെങ്കിലും വൈകാരികമായ വിഷയത്തിലേക്ക് പോകാൻ AC മൊയ്തീനെതിരെ നോട്ടീസ് കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ഹോളി കഴിഞ്ഞ് വന്നതിന് ശേഷം EDയുടെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ വീണ വിജയനെതിരായി ഒരു FIR അല്ലെങ്കിൽ ECIR-നകത്ത് വീണ വിജയന്റെ പേര് ചേർക്കാൻ അങ്ങനെ ചേർക്കാത്തത് പ്രത്യേക താല്പര്യം കൊണ്ടാണെന്നാണ്. അല്ല, പ്രിന്റു അതിന്റെ വിശദീകരണം എന്താണ്? കുറെ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചല്ലോ. അതായത് കേന്ദ്ര ഏജൻസികൾക്ക് മുൻപിൽ എത്രയോ നാളുകൾക്ക് മുൻപേ ഇതിന്റെ ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്, പക്ഷെ അവർ ഒരു നടപടി എടുക്കുന്നില്ല. SFIOയ്ക്ക് അസാധാരണമാം വിധം 8 മാസത്തെ സമയം കൊടുക്കുകയാണ് കാര്യങ്ങൾ കണ്ടെത്താൻ. കാരണം എന്താണ്? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ സംഗതികൾ ഡോക്യുമെന്റായി അവിടെ ഉണ്ടെന്നിരിക്കെ അത് പരിശോധിക്കാൻ 8 മാസത്തെ സമയം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സവിശേഷമായ ഉപകാരം ചെയ്തു കൊടുക്കലാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ സർക്കാരിനെ പൂട്ടാൻ വടി കയ്യിലുണ്ടായിട്ടും അത് എടുത്ത് ഉപയോഗിക്കാത്തത്. അങ്ങനെ ചെയ്താൽ അതിന്റെ ബെനിഫിഷ്യറി, അതിന്റെ നേട്ടം കോൺഗ്രസിനുണ്ടാവും. രാജ്യമാകെ കോൺഗ്രസിനെ തകർക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് കേരളത്തിലെ VD സതീശനും സംഘവും അതിന്റെ നേട്ടമുണ്ടാക്കരുത് എന്നതുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ തൊടാതിരിക്കുകയാണ് എന്നതാണ് കോൺഗ്രസിന്റെ ഒരു തിയറി. ഈ ആദരണീയനായിട്ടുള്ള നമ്മുടെ അനിൽ അക്കര അദ്ദേഹം പറയുന്നതിനകത്ത് സാങ്കേതികപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നു, അതിനുശേഷം SFI വരുന്നു, അതിനുശേഷമാണ് ED വരുന്നത്. പിന്നെ എങ്ങനെയാണ് വീണ വിജയനിലേക്ക് എത്തുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 135 കോടി രൂപയുടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിലെ ഒരു ചെറിയ സ്രാവായിട്ടുള്ള വീണ വിജയനിലേക്കുള്ള ഒന്നാമത്തെ ഘട്ടം. അതേ സമയത്തിന് വീണ വിജയനെതിരെ 2021 മുതൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പിറകിലുണ്ട്. അതിന്റെ ആ കേസിന്റെ ഒരു അവസാന ഘട്ടം എന്ന രീതിയിലാണ് ED അന്വേഷണം വന്നിട്ടുള്ളത്. നേരത്തെ ഈ ആദരണീയായിട്ടുള്ള നമ്മുടെ അനിൽ അക്കര ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ഈ കർത്തയിൽ നിന്ന് നിങ്ങളുടെ രമേശ് ചെന്നിത്തല പണം മേടിച്ചിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടി പണം മേടിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം കുഞ്ഞ് പണം മേടിച്ചിട്ടുണ്ടോ? ആദരണീയനായിട്ടുള്ള അനിൽ അക്കര മറുപടി പറയണം. നിങ്ങൾ വീണ വിജയനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ പറയുന്നുണ്ടല്ലോ. വീണ വിജയൻ മേടിച്ചു എന്ന കാര്യം യാതൊരു സംശയം വേണ്ട. നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ? സംശയമുള്ള കാര്യം ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ആളുകളാണ്, ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗികമായി പണം സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു കൃത്യമായി പറഞ്ഞല്ലോ. ഇനി പ്രിന്റും കേട്ടില്ലേ? മറ്റെല്ലാ പാർട്ടികളെയും ഈ കേസ് മാധ്യമങ്ങൾ കേരളത്തിൽ ആദ്യമായി പുറത്തു വന്നപ്പോ നിങ്ങൾ ഈ വാദോരാതെ പറഞ്ഞ VD സതീശൻ നിയമസഭയ്ക്കകത്ത് എന്തെങ്കിലും പറഞ്ഞോ? ഇതിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി ആര്? നിങ്ങളുടെ ഒറ്റയാൾ പോരാട്ടം നടത്തി നിങ്ങളുടെ MLA. അദ്ദേഹത്തിന് നിങ്ങൾ എന്തെങ്കിലും പിന്തുണ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വീണ വിജയൻ മേടിച്ചത് RC മേടിച്ചപ്പോഴും KK മേടിച്ചപ്പോഴും നിങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇത് EDയെ കാണിച്ച് പേടിപ്പിക്കാൻ വരികയാണ്, ബാർഗൈനിങ് ആണെന്നൊക്കെ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശശുദ്ധി യാതൊരു തരത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾ വിലപ്പോവില്ല. നിങ്ങൾ കോൺഗ്രസിനോട് അത് ചോദിച്ചോളൂ. പക്ഷെ നിങ്ങൾ ഈ സമീപകാലത്ത് എടുത്ത കേസുകളിലെല്ലാം അതിവേഗത കാണിക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വിമർശനം. എത്രയോ നാളുകൾക്ക് മുമ്പ് കേന്ദ്ര ഏജൻസികളുടെ മുമ്പിൽ ഈ കേസോ ഈ വിവരങ്ങളുണ്ട്. 60 ദിവസം SFIO കേസ് അന്വേഷിക്കുന്നത് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 23-ാം തീയതി ഒരു കേസ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഈ ചുട്ടപ്പം പോലെ എണ്ണിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതിന് സാങ്കേതികപരമായിട്ടുള്ള പല കാരണങ്ങളില്ലേ. അന്വേഷണത്തിന്റെ അവസാന ഘട്ടം എന്ന രീതിയിലാണ് ED അന്വേഷിക്കുന്നത്. അപ്പൊ അതിനകത്ത് ബാർഗൈന്റെ ഭാഗമാണ്. എത്ര കേസുകളുണ്ട്? എല്ലാ കേസിലും ഇതുപോലെ ആദ്യം SFIO, ആദ്യം പിന്നെ SFIO, അത് കഴിഞ്ഞിട്ട് ED എന്നാണോ നിങ്ങളുടെ ഒരു ഗണന? എങ്ങനെയാണോ? ഒക്കെ വെറുതെ പറയാണ്. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് വിദേശ കമ്പനികളുടെ നാണ്യവിനിമയവുമായി ബന്ധപ്പെട്ട് ഈ കേസിനകത്ത് എക്സാലോജി കൃത്യമായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ആ 12 കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടാണ് 10 വർഷത്തെ വീണ വിജയന്റെ അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട് 12 കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായി EDയെയും കൂടി കേസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ EDയെ കാണിച്ച് പേടിപ്പിക്കാനാണെങ്കിൽ 20 സ്ഥാനാർത്ഥിയെ നിർത്തി ഇലക്ഷൻ പ്രചരണവും നടത്തിയിട്ട് ഈ സമയത്താണ് ഞങ്ങൾ ബാർഗൈനുമായിട്ട് വരിക? അതിലെന്ത് ലോജിക്കാണുള്ളത് സാർ?
ബാർഗെയിൻ നടത്തുന്ന ഇദ്ദേഹം അനിലക്കരയുടെ പാർട്ടി വടകര, ഈ പറയുന്ന വടകര, നമ്മളുടെ ആലപ്പുഴ, അതോടെ തന്നെ ഈ പറയുന്ന തൃശൂർ മോഡല്, അതിന് പ്രധാനപ്പെട്ട സൂത്രധാരൻ പ്രധാനപ്പെട്ട സൂത്രധാരൻ കാരണം ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി എല്ലായിടത്തും ആളുകളെ ഫീൽഡ് ചെയ്തതിനു ശേഷം അവരുടെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെയും തന്നെ ആളുകളെ ഫീൽഡ് ചെയ്ത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്തതിനു ശേഷമാണോ നിങ്ങളുമായിട്ടൊരു സമ്മർദ്ദ രാഷ്ട്രീയത്തിന് CPM-മായിട്ടൊരു സമ്മർദ്ദ രാഷ്ട്രീയത്തിന് അവർ പയറ്റാൻ നിൽക്കുക? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള വലിയ അഴിമതി എന്നൊക്കെയുള്ള കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ഏജൻസികളും വന്നു. എന്നിട്ട് അവർക്കിടയിൽ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ബി.ജെ.പിയുടെ സീറ്റ് തോറ്റുപോവുകയും അവിടെ CPM-മാർ ജയിക്കുകയും ചെയ്തതല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നെ എന്ത് തരം ധാരണ പ്രവർത്തിക്കുന്നു എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. ഞാൻ ചോദിച്ച ചോദ്യം, ഇവിടെ വീണ വിജയനെതിരായി എന്തുകൊണ്ട് ഇവർക്ക് ECR-നകത്ത് വീണ വിജയൻ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? രണ്ടാമത്, ഒരു കേസ് പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വീണ വിജയൻ്റെ പേരിൽ FIR ഇടാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ കൃത്യമായി ചോദിച്ചല്ലോ, 2019 ED അന്വേഷിച്ചതിനേക്കാൾ കൂടുതൽ എന്താണ് 2024 ED അന്വേഷിക്കുമ്പോൾ കിട്ടാൻ പോകുന്നത്? ഈ കമ്പനി ഫ്രീസ് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് വീണ വിജയൻ. 2019 കണ്ടെത്തിയ എന്തിനേക്കാൾ എന്ത് കാര്യമാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ രണ്ടാമതൊരു കാര്യം ചോദിച്ചു. ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് AC മൊയ്തീൻ്റെ സ്വത്ത് BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞല്ലോ മരവിപ്പിച്ചു എന്നുള്ളത്. എഡ്യൂക്കേറ്റഡ് അതോറിറ്റി അത് മരവിപ്പിച്ചത് കണ്ടുകെട്ടി എന്നുള്ള ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് AC മൊയ്തീൻ ഈ കേസിനകത്ത് പ്രതിയാകാത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം. അതുപോലെ തന്നെ ഇത്രയും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നിരവധിയായി നടന്നല്ലോ. വീണ വിജയൻ്റെ സ്വത്ത് എന്താണ് താൽക്കാലികമായെങ്കിലും മരവിപ്പിക്കാതിരിക്കുന്നത്? നമ്മുടെ ചോദ്യങ്ങൾ ഇതാണ്. ഇതിനകത്ത് ഒരു തർക്കവും ഈ വിഷയത്തിലില്ല. ഇത് വളരെ ക്ലിയറാണ്. ഈ 2019 തന്നെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല. വീണ വിജയനായ ഒരു FIR പോലും വരാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കേസ് ഇപ്പോൾ ഉണ്ടാക്കിയത് മർമ്മത്തിൽ പിടിച്ചതാണ്. പിണറായി വിജയന്റെ മർമ്മം ഏതാണ്, അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള വിഷയം ഏതാണ് എന്നുള്ള കൃത്യമായ ധാരണ അടിസ്ഥാനത്തിൽ വീണ വിജയനെ പിടിച്ചാൽ, വീണ വിജയനിലേക്ക് കടന്നുപോയാൽ വളരെ കൃത്യമായും ചില ധാരണ ഉണ്ടാക്കാൻ കഴിയും. ഒന്നും ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നില്ല. സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ബോധവാന്മാരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെയും BJPയുടെയും ബാന്ധവം തിരിച്ചറിഞ്ഞ ആളുകളാണ്. ഞാനിവിടെ തൃശ്ശൂരിലാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ നടത്തിയ ചില നടപടിക്രമങ്ങൾ, ശ്രീ പ്രതാപൻ സ്ഥാനാർത്ഥിയാവുന്ന സമയത്തുണ്ടായ നിങ്ങൾ നടത്തിയ കാര്യങ്ങൾ, അതിനുശേഷം ഇപ്പോൾ പ്രതാപനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഏറ്റവും നല്ല ആളാക്കി മാറ്റിയാൻ, പ്രതാപൻ നിന്നിരുന്നെങ്കിൽ ജയിച്ചേനെ എന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രചരണം മാറ്റിയാൻ. അപ്പോൾ എനിക്കിതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വളരെ കൃത്യമായി ഹൈന്ദവ ആചാരങ്ങളുമായി മുന്നോട്ട് പോയ പ്രതാപനെ ഒരു ഇസ്ലാം ഭീകരവാദി എന്ന രീതിയിലല്ലേ BJP പ്രചരിപ്പിച്ചത്? അദ്ദേഹത്തിന് കേരളത്തിലെ പിണറായി വിജയനെ മാത്രം BJP ഒന്നും ചെയ്യുന്നില്ലല്ലോ. രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഹേമന്ത് സോറനെ വേട്ടയാടുന്നു, പിന്നെ എന്താണ്, അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുന്നു. രാജ്യത്താകമാനമുള്ള പ്രതിപക്ഷ ചേരിയിലെ മുഖ്യമന്ത്രിമാരെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. തമിഴ്നാട്ടിൽ മന്ത്രിമാരെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. കേരളത്തിൽ മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ആവശ്യം പോലെ കേസും ഉണ്ടല്ലോ, വിവാദങ്ങളും ഉണ്ടല്ലോ. ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കോൺഗ്രസ് നിരന്തരമായി പറയുകയാണ്. അത് വർക്കാവുമോ? പക്ഷെ അത് എന്നോടായിരിക്കുമല്ലോ ചോദ്യം. ഷാദേ, അതെ, ഇതിൽ ഒരു നമ്മുടെ ഈ ചർച്ച തീരുന്നതിന് മുമ്പാണെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ഞാനിത് എൻ്റെ 2 ചങ്ങാതിമാരോടും നമ്മൾ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ച വല്ലാതെ ഈ ചൂടേറുന്നതും അതങ്ങനെ നിഷാദ് അങ്ങനെ ഇത് മൂപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലൊന്നുമല്ല. നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ ആര് പറഞ്ഞാലും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വകുപ്പിനെയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻ്റലിജൻസിനെയും അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോയും ഇതിനെല്ലാം അങ്ങനെ വല്ലാതെ BJPയുടെ പ്രതിനിധികൾ കയറി ഓൺ ചെയ്യുന്നത് ശരിയല്ല. കാരണം അത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ എല്ലാം നിയന്ത്രിക്കുന്നത് അവരാണ് എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. എങ്കിലും അവരെ ഈ പാവ കളിപ്പിക്കുന്നത് പോലെ അവരുടെ പൊളിറ്റിക്കൽ ബോസസ് അവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ്. ഞങ്ങൾക്കിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരോടൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു വിരോധവും ഇല്ല. കാരണം അവരെല്ലാം പാവം അവരെല്ലാം ശമ്പളവും അലവൻസും അവരുടേതായിട്ടുള്ള കൂലിക്ക് അവർ പണിയെടുക്കുന്നവരാണ്. അവരെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള മുകളിൽ നിന്ന് മുതലാളി പറയുന്നു അവർ പാവം താഴെയുള്ള ജീവനക്കാർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ അണ്ടർ സ്റ്റാഫ്ഡാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് 20 ലക്ഷത്തിലധികം വേക്കൻസികൾ നികത്താതെ ഇട്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവരുമുണ്ട്. CBI-ലുള്ളതിൻ്റെ 1/3 ഭാഗം ജീവനക്കാർ മാത്രമാണ് അവിടെ ഉള്ളത്. അവരെ തലയിൽ കൈയും വെച്ച് അവർ തന്നെ പ്രായിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ അവിടുത്തെ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയാം നിഷാദേ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ജോലി എന്നുള്ളത് ഇലക്ഷൻ ഡ്യൂട്ടിയാണ്.
അത് BJPക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ BJPക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവർ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിഷാദിൻ്റെ കയ്യിൽ, നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഇതിൻ്റെ ഡാറ്റ ഉള്ളതാണ്, കാരണം അത് പുറത്തു വന്നതാണ്. ഓരോ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തുക, റെയ്ഡ് നടത്തിയാൽ അടുത്ത മാസം, അതിൻ്റെ അടുത്ത മാസം, അങ്ങനെ തുടരെ തന്നെ ഇവരെല്ലാവരും നേരെ ഇലക്ട്രൽ ബോണ്ട് എടുക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫാർമ കമ്പനികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞ അത്രയും ഈ ഹോട്ടൽ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനികൾ, ഞാൻ അവരുടെ ഒന്നും പേരുകളൊന്നും ഞാനിപ്പോൾ വായിക്കുന്നില്ല സമയച്ചെടുക്കം കൊണ്ട്, ഇതാണല്ലോ ചെയ്യുക. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ നോക്കൂ. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ചില വ്യാപാരികൾക്കും വ്യവസായികൾക്കുമെല്ലാം ഭീഷണിയുടെ ഒരു സന്ദേശം അങ്ങോട്ട് കൊടുക്കലാണ്. എന്താണെന്നറിയോ? ഇവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട റിയാൽട്ടേഴ്സ്, റിയൽ എസ്റ്റേറ്റുകൾ, ഈ ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട വളരെ പേര് കേട്ട, ഞാൻ പേര് ഇതിൽ കൂടിയൊന്നും പറയുന്നില്ല, ഒന്നിലേറെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടന്നത്. മീഡിയ വണ്ണിലടക്കം ആ സ്ക്രോൾ വരികയുണ്ടായി വാർത്ത. ഒരുപാട് മാസങ്ങളായിട്ടില്ല. ആദായ നികുതി വകുപ്പ് അതിൽ 360 കോടി രൂപയിലധികമുള്ള വെട്ടിപ്പ് കണ്ടുപിടിച്ചു എന്നായിരുന്നു വാർത്ത. പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകളിലും പിറ്റേന്ന് പത്രങ്ങളിലുമൊക്കെ വാർത്തയായിരുന്നു. ഇന്നതിപ്പോൾ വാർത്തയല്ല. ആ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ആ സ്ഥാപനങ്ങളുടെ അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് പാർട്ടിയുടെ ഓഫീസാണ്? ആരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ്? വിവിധ ജില്ലകളിൽ നിങ്ങൾ പരിശോധിക്ക്. പണം ആരുടെ കൈശയിലേക്കാണ് വന്നിട്ടുള്ളത്? ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്നു, കണ്ടില്ലേ, കണ്ടുപഠിക്ക്, നീയൊക്കെ തന്നില്ല എങ്കിൽ എന്നുള്ളതിൻ്റെ ഈ കാര്യമാണ്. ഇങ്ങനെ ഹഫ്ത പിരിവാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് ചെയ്യുന്നത്. 6900 കോടി രൂപ പലപ്പോഴായി കിട്ടിയെന്ന് പറയുന്നതിലും കോവിഡ് കാലത്ത് അത്തരത്തിൽ വ്യാജമരുന്നുകളടക്കം വിറ്റു എന്നുള്ള അപഖ്യാതി മാത്രമല്ല, അതിൻ്റെ അന്വേഷണമടക്കം നേരിടുന്ന കമ്പനികളടക്കം 30 കമ്പനികൾ 900 കോടി രൂപ കൊടുത്തു എന്നുള്ളത് മാത്രമല്ല. ഇപ്പോൾ ഇവരിപ്പോൾ പറയുന്നതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ സംബന്ധിച്ചുള്ളതിൽ ഇപ്പോൾ ശ്രീ അനിലക്കര ഞാനിങ്ങനെ പരാതി കൊടുത്തു, അതിനെപ്പറ്റി അന്വേഷണമില്ല, ഞാനിങ്ങനെ പരാതി കൊടുത്തു, അതിനെപ്പറ്റി അന്വേഷണമില്ല. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡോൺ ക്വിക്സോട്ടിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡോൺ ക്വിക്സോട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു കുന്തവും കൊണ്ട് അതിങ്ങനെ ആ ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക മനോനില വെച്ചിട്ട് വലിയ കാറ്റാടി യന്ത്രത്തെ ഇതൊരു പ്രേതമാണ്, ഭൂതമാണ്, പിശാചാണ് എന്നൊക്കെ ധരിച്ചിട്ടും നടത്തിയതായിട്ടുള്ള ഒരു പോരാട്ടത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പഠിച്ചിട്ടുള്ളതുപോലെ ഇങ്ങനെ ഈ കാര്യത്തിൽ തെളിവില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പറയുക. അദ്ദേഹത്തിന് തൃശ്ശൂരിൽ CPM-ൻ്റെ നേതാക്കളോട് വല്ലാത്ത വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടായിരിക്കാം. സ്വത്ത് കണ്ടുകെട്ടിയത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കേസുകൾ തീരുമ്പോഴാണ് ഇത് സംബന്ധിച്ചറിയാവുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്താ, അദ്ദേഹം അത് പറഞ്ഞത് നന്നായി. അങ്ങനെ ചൈനാചാരനെന്ന് ആക്ഷേപിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് സ്വത്ത് കണ്ടുകെട്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ പുത്രനാണ് ഞാൻ. വർഷങ്ങളെടുത്തു ആ സ്വത്ത് കണ്ടുകെട്ടിയതടക്കം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി. ഒരു പത്രമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, ആ പത്രം ഓഫീസ് അടച്ചു പൂട്ടിച്ചു. നിഷാദ് പ്രവർത്തിക്കുന്ന ഈ മീഡിയ വണ്ണിന് ഓർമ്മയുണ്ടല്ലോ എന്തുകൊണ്ടാണ് 48 മണിക്കൂർ നേരം സംപ്രേഷണം BJP നിർത്തിവെപ്പിച്ചത് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ BJPക്കെതിരായി ആരെങ്കിലും ശബ്ദിച്ചാൽ, വിമർശിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നും ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ അത്തരത്തിൽ പണം നൽകിയില്ല, പ്രതിപക്ഷ പാർട്ടിയുടെ സർക്കാരിനെതിരെ EDയെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന നടപടികൾക്ക് എന്തുമാത്രം വിശ്വാസ്യത ഉണ്ട് എന്ന ചോദ്യം അവിടെ ഉണ്ട്. കാരണം ED എന്താണ് സമീപകാലത്ത് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ED ഇറങ്ങുന്നു എന്നത് ജനങ്ങൾക്കിടയിൽ എന്തുമാത്രം വിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ആരോഗ്യകരമായ തുല്യത ഉറപ്പാക്കുന്നുണ്ടോ എന്ന വളരെ ഗുരുതരമായ സ്വഭാവമുള്ള ചോദ്യവും കൂടി അത് വരുത്തുന്നുണ്ട്. ഈ വിവാദത്തിന് ഇനിയും വികാസ സാധ്യതകളുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിരിക്കാം. താങ്ക് യു ശ്രീ അനിൽ അക്കര, A സമ്പത്ത്, പ്രിന്റു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.